ഈ സംപ്രേഷണത്തിൽ പങ്കെടുത്ത് വിവിധ ഇടങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം 2 ആഴ്ച കൂടെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മെയ് മാസം 17-ാം തീയതി വരെ ആരാധനാലയങ്ങൾ, പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിന് സാഹചര്യം ഇല്ലാതിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിലും ഭവനങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ കൂടി വന്ന് ആരാധനയിൽ ബലപ്പെട്ട് സാക്ഷ്യമുള്ള ജീവിതം നയിക്കത്തക്കോണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കും. നമുക്കിടയാകട്ടെ എന്ന് ഉയിർപ്പിൽ കഴിഞ്ഞ 3-ാം ഞായറാഴ്ച ആയി കൊണ്ടാടുന്ന ഇന്നേ ദിവസം ഏവൻഗേലിയോൻ വേദഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. The Gospel according to Saint Luke, chapter 24, verses 13 to 33. അതിൽ 33-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വിവിധ സന്ദർഭങ്ങളാണ് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞുള്ള ഓരോ ഞായറാഴ്ചകളിലായി നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഉയർപ്പ് കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയിൽ തോമാസ് ശ്ലീഹായോട് യേശു പ്രത്യക്ഷപ്പെടുന്ന വേദഭാഗം. കഴിഞ്ഞ ഞായറാഴ്ച കടൽക്കരയിൽ, തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ഇന്ന് യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ച് അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. ഇന്ന് സഭയായി നാം ധ്യാനിക്കുന്നത് അനുദിന ജീവിതം ഉദ്ധിതനായ കർത്താവിനോടുകൂടെ എന്നതാണ്. എവരിഡേ ലൈഫ് വിത്ത് ദ റിസൺ ലോർഡ് എന്നാണ്. പള്ളിയിൽ വരുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുക എന്നുള്ളതല്ല. എവരിഡേ, അനുദിനം ഉദ്ധിതനായ കർത്താവിനോടുകൂടെ ആയിരിക്കുക. അത്തരത്തിൽ ഒരു യാത്ര പോയ 2 ശിഷ്യരോടൊപ്പം സഞ്ചരിക്കുന്ന യേശുവിനെ നാം ഈ വേദഭാഗത്ത് ഇന്ന് കാണുകയാണ്. 3 ചിന്തകളാണ് ഈ ഭാഗത്ത് നിന്ന് ധ്യാനത്തിനായി സമർപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, വാടിപ്പോയവരെ കൈവിടാത്ത കർത്താവ്. വാടിപ്പോയവരെ കൈവിടാത്ത കർത്താവ്. ഡിവൈൻ പ്രസൻസ് ഇൻ ഡെസ്പയറിംഗ് സിറ്റുവേഷൻസ്. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര പോകുന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. 7 നാഴിക ദൂരമുള്ള ഒരു ദീർഘ യാത്രയാണ്. ഈ 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നത് നിരാശരായിട്ടാണ്. വാടിയ മുഖത്തോടുകൂടെയാണ്. എല്ലാം അവസാനിച്ചു എന്നുള്ള ചിന്തയിലാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ്. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ
ഭ്രമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ യെരൂശലേം ദൈവാലയമുള്ളിടം, കർത്താവിൻ്റെ ഉയർപ്പ് സംഭവിച്ച ഇടം, ഈ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയില്ലാതെ പോകുന്ന സാഹചര്യമാണ്. അവർ വാടിയ മുഖമുള്ളവരായി തീരുകയാണ്. അങ്ങനെ ഒരു ഡെസ്പയറിംഗ് സിറ്റുവേഷനാണ്. വാടിയ മുഖത്തോടെ അവർ യാത്ര ചെയ്യുകയാണ്. എവിടേക്കാണ് പോകുന്നത്? അവർ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. വിശ്വാസയാത്ര അവസാനിപ്പിച്ച് അവർ അവരുടെ സ്വന്തമെന്ന് പറയാവുന്ന ജീവിതത്തിലേക്കും സ്വന്തമെന്ന് പറയാവുന്ന കൂരയിലേക്കും മടങ്ങിപ്പോവുകയാണ്. ഒരു ഡെസ്പയറിംഗ് റിട്ടേണാണ്. മടുത്തുപോയ ഒരു മടക്കയാത്രയാണ്. അവർ അങ്ങനെ വാടിയ മുഖത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ വേദഭാഗത്ത് നാം കാണുന്നു, ഒരാൾ അവരോട് ചേർന്ന് നടന്നു. അവർ വാടിയ മുഖത്തോടെ യാത്ര ചെയ്തപ്പോൾ, മടുത്ത് മടക്കയാത്ര നടത്തിയപ്പോൾ അവരെ കൈവിടാതെ കൂടെ നടന്നവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അതുകൊണ്ട് the risen Lord is walking along with the desperate people in despairing situations. വാടിപ്പോയ ജീവിതങ്ങളോടുകൂടെ കൂടെ നടക്കുന്ന, കൈവിടാതെ നടക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ഈ വേദഭാഗം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സാഹചര്യം വിശ്വാസത്തിന്റെ പ്രതിസന്ധിയുള്ള സാഹചര്യമാണ്. ദേവാലയങ്ങൾ വാടിയ മുഖത്തോടെ നിൽക്കുകയാണിപ്പോൾ. വിശ്വാസികൾ ഭ്രമിച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യേണ്ടുവെന്നറിയാതെ, ഒന്നും കാണാനില്ലാതെ, ആശകളൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾക്ക് ചില ആശകൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. We thought that he will do something, but he had ended up as nothing. Now our life has become nothing. ഞങ്ങളുടെ ജീവിതങ്ങൾ ഒന്നുമില്ലാത്തതായി തീർന്നിരിക്കുന്നു. മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇനി എങ്ങനെയെങ്കിലും കൂരയ്ക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. പല പ്രവാസ സഹോദരങ്ങളും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ്. എങ്ങനെയെങ്കിലും വീടണഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ പലതരത്തിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നെത്തിയാൽ മതി, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, ഭ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ, നാളെ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ആലോചനയും ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, സംസാരിച്ചാൽ തർക്കവും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ, കാരണം വ്യക്തതയില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം അറിയാതെ നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്നവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നാം കാണാത്തപ്പോഴും അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവം ക്രൂശിലൂടെയും ഉയർത്തെഴുന്നേറ്റ കർത്താവിലൂടെയും നിരന്തരമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. കുരിശിൽ കിടക്കുന്ന യേശു, ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു അവന്റെ കൈകളിൽ ആണിപ്പഴുതി ഞാൻ കാണണം എന്ന് പറഞ്ഞെടുത്ത് യേശു ചെന്നു. ഇനി യേശു എവിടെ? ഞങ്ങൾക്ക് പഴയ പണി മതി എന്ന് പറഞ്ഞ് വല വീശാൻ പോയവരുടെ അടുത്ത് അവൻ കൊച്ചു വെളുപ്പം കാലത്ത് ചെന്നു. See his presence, and even when because of that we despair, Jesus, the risen Lord, and his presence is with us. അതുകൊണ്ട് വാടിപ്പോയ ജീവിതങ്ങളെ കൈവിടാത്ത കർത്താവാണ് ഈ കൊറോണ കാലത്തും നമുക്ക് ബലമായുള്ളത്. നാം കാണുന്നില്ല എന്നതുകൊണ്ട് അവൻ കൈവിട്ടു എന്ന അർത്ഥമില്ല. നിങ്ങൾ വാടിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ കൈവിടാതെ ഞാൻ കൂടെയുണ്ട്. അതാണ് ഒന്നാമത് നമ്മൾ കാണുന്നത്. വാടിപ്പോകുന്ന ആളുകളെ
കൈവിടാത്ത ദൈവം. രണ്ടാമത് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത് വചനത്താൽ കനലൊരുക്കുന്ന കർത്താവ്. ഡിവൈൻ പ്രസൻസ് ഇൻ ഡെസ്പെയറിംഗ് സിറ്റുവേഷൻസ്, ഡിവൈൻ വേർഡ് ആസ് എംബോൾഡനിങ് പ്രസൻസ്. വചനത്താൽ കരുത്ത് പകരുന്ന യേശു. എന്തുകൊണ്ടാണ് ഇവർ വാടിപ്പോയത്? ഇവർ വാടിപ്പോയത് കഷ്ടത ഉണ്ടായപ്പോഴാണ്. പലപ്പോഴും കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വാടിപ്പോകുന്ന അനുഭവങ്ങൾ സ്വാഭാവികമാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടായപ്പോൾ അവർ വിചാരിച്ചു ഇതോടുകൂടെ എല്ലാം തീർന്നു. യേശുവിന്റെ ക്രൂശ് ഉണ്ടായപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങളുടെ ആശയെല്ലാം മറ്റുപോയി. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ നമുക്ക് പലപ്പോഴും ആശ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഒരു കൊറോണ വൈറസ് വന്നാൽ തന്നെ വിശ്വാസത്തിൽ പകുതി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കർത്താവ് എവിടെയാണ്? കർത്താവിന്റെ ശക്തി എവിടെയാണ്? ഈ ലോകം എവിടെയാണ്? അപ്പോഴേക്കും നമുക്ക് പല തിയറികൾ വരും. നമ്മൾ ഉടനെ പറയും ഈ ലോകത്തെ ദൈവം കൈവിട്ടതാണ്, ഈ ലോകത്തിന്റെ പാപം കൊണ്ടാണ്, ഈ ലോകത്തിൽ ദൈവത്തിന് ബലമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു ഇനിയും അവനെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല, കർത്താവിന്റെ കഥ കഴിഞ്ഞു, ഇനി വിശ്വസിച്ചിട്ടും കാര്യമില്ല. കാരണം അപ്പം വിശ്വസിക്കുന്നത് എപ്പോഴാണ്? കഷ്ടത ഇല്ലാതിരിക്കും, ക്രൂശില്ലാതിരിക്കും. അങ്ങനെയല്ല എന്ന് കർത്താവ് തന്റെ വചനത്തിലൂടെ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കർത്താവ് വചനം വ്യാഖ്യാനിച്ചത് കഷ്ടതയെ എങ്ങനെ നോക്കി കാണണം എന്നുള്ള ഒരു വെളിപ്പാടാണ് നൽകുന്നത്. പ്രതിസന്ധിയെ നാം എങ്ങനെയാണ് വചനത്താൽ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതാണ് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കഷ്ടത വരുമ്പോൾ വചനം അടച്ചു വെക്കുകയല്ല, കഷ്ടത വരുമ്പോൾ വചനത്തിലൂടെ ആ കഷ്ടതയെ തിരിച്ചറിയുന്നതിന് അവരുടെ കണ്ണുകളെ അവൻ തുറക്കുകയാണ്. അതുകൊണ്ട് ഡിവൈൻ വേർഡ് ഈസ് ദ കീ ടു അണ്ടർസ്റ്റാൻഡ് ഡെസ്പെയറിംഗ് സിറ്റുവേഷൻസ്. അവർ വാടിപ്പോയത് വചനത്തെ കുറിച്ച് അറിവില്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത് അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. രണ്ട് വളരെ കഠിനമായ പദങ്ങൾ യേശു ഉപയോഗിച്ചു. എപ്പോഴാണ്? കഷ്ടത വരുമ്പോൾ വാടിപ്പോകുന്നവരെ യേശു വിളിക്കുന്ന പേരാണ് ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. കാരണം നിങ്ങൾ കഷ്ടതയെ കുറിച്ച് ബോധമില്ലാതെ പോകുന്നു. കഷ്ടത വരുമ്പോൾ അതിനെ വചനപ്രകാരം മനസ്സിലാക്കാതെ പോകുന്നു. ക്രിസ്തുവിന്റെ കഷ്ടതയെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. യേശു പറഞ്ഞു ഈ കഷ്ടതയുടെ നടുവിലൂടെയാണ് ക്രിസ്തുവിന്റെ ജീവിതം, ഈ കഷ്ടതകളുടെ നടുവിലൂടെയാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ക്രൂശിന്റെ ആണിപ്പഴുതിലൂടെ കഷ്ടാനുഭവങ്ങളിൽ വചനത്തെ തിരിച്ചറിയാനുള്ള ഒരു പുതിയ പാഠ്യ പദ്ധതിയാണ് യേശു അവർക്ക് നൽകുന്നത്. ഓൺലൈൻ അല്ല, ഓൺ ദ വേ ലേണിംഗ് ആണ്. വഴിയാത്രയിൽ അവർക്ക് വചനം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് വചനത്തിന്റെ വെളിപ്പാട്? കഷ്ടതയിൽ വാടിപ്പോവുകയല്ല, കഷ്ടതയിൽ വചനത്തെ കാണണം, കഷ്ടതയിൽ വചനത്തെ ധ്യാനിക്കണം, കഷ്ടതയിൽ വചനത്തെ വ്യാഖ്യാനിക്കണം. ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അനുദിനം ഈ കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം തിരിച്ചറിയണമെങ്കിൽ വാടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ കൈവിടാത്ത കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. വചനത്താൽ കഷ്ടാനുഭവങ്ങളുടെ നടുവിൽ നാം ബലപ്പെടും. മൂന്നാമതും അവസാനമായി ഈ വേദഭാഗത്ത് നാം കാണുന്നത് വിരുന്നിനെ വെളിപ്പാടാക്കിയ കർത്താവാണ്. ഡിവൈൻ റെവലേഷൻ ത്രൂ എ ഡിന്നർ, ഡിവൈൻ പ്രസൻസ് in despairing moments, divine word as emboldening presence, and divine revelation through a dinner. വിരുന്നിനെ വെളിപ്പാടാക്കിയ കർത്താവ്. നമുക്കറിയാം ഈ രണ്ട് ശിഷ്യർ വാടിയ മുഖത്തോടെ യാത്ര ചെയ്യുകയാണ്. വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് വിശ്വാസ പ്രതിസന്ധിയിലായവരാണ്.
എന്നാൽ അവരോടൊപ്പം ചേർന്ന ആളിനോട് അവർ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് വഴി പിരിയേണ്ടുന്ന സമയം വന്നു. വഴി പിരിയേണ്ടുന്ന സമയം വന്നപ്പോൾ പക്ഷെ സന്ധ്യയായി. അവർ പറഞ്ഞു, നീ ഈ രാത്രിയിൽ ഇനി തനിയെ പോകണ്ട, നീ ഞങ്ങളോടൊപ്പം പാർക്കണം. അങ്ങനെ തങ്ങളോടൊപ്പം വഴിയാത്ര ചെയ്ത ആളിനെ, വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത ആളിനെ അവർ അതിഥിയായി തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു. വിരുന്നുകാരനായി അവനെ ക്ഷണിച്ചു. വിരുന്നുകാരനായി അവനെ ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അത്താഴം ഒരുക്കി ആ വിരുന്ന് അവന്റെ മുമ്പിൽ വെച്ചു. മുമ്പിൽ വെച്ചിട്ട് അവർ പറഞ്ഞു, നീ ഇനി വിരുന്നുകാരനല്ല, നീ വിരുന്നൂട്ടുകാരനാകണം. നീ ഞങ്ങളുടെ അതിഥിയല്ല, നീ ഞങ്ങളുടെ ആതിഥേയനാകണം. അത് നമുക്ക് എങ്ങനെ അറിയാം? പഴയ പാരമ്പര്യം അനുസരിച്ച് അപ്പം പ്രാർത്ഥിച്ച് നുറുക്കേണ്ടത് ആ വീട്ടിലെ ആതിഥേയനാണ്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ യേശു വിരുന്നുകാരനായി അതിഥിയായി ആ ഭവനത്തിൽ ചെന്നപ്പോൾ അവർ അവനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് അതിഥിയല്ല, ഈ വിരുന്നുമേശയിൽ നീ ആതിഥേയനാകണം എന്ന് പറഞ്ഞ് അവർ ഈ അപ്പം അവന്റെ കൈകളിൽ കൊടുത്തു എന്നാണ് ഒരു പണ്ഡിത മതം. വേറെ ഒരു വ്യാഖ്യാനവുമുണ്ട്, എന്നാൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ അവരുടെ അത്താഴത്തെ അവർ അവന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ആ അത്താഴം അവന്റെ കരങ്ങളിൽ തിരുവത്താഴമായി മാറി. ആ അത്താഴത്തിൽ അവൻ തന്നെ വെളിപ്പെടുത്തി. അവൻ അപ്പം നുറുക്കിയപ്പോൾ അവർ അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അത്താഴത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ അത്താഴത്തിൽ അവർ തിരുവത്താഴത്തിന്റെ അംശങ്ങളായി. അവർ വിരുന്നുകാരനായി വിളിച്ചവൻ അവർക്ക് വിരുന്നായി തീർന്നു. അപ്പോൾ കർത്താവിനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ച് അവനെ ആതിഥേയനായി നാം സ്വീകരിക്കുമ്പോൾ അവൻ നമുക്ക് വിരുന്നൊരുക്കുന്നു. നാം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ തരുന്നു. A dinner is becoming a revelatory moment. An ordinary meal has become an extraordinary fellowship. ഈ ഭവനത്തിൽ അവർ കർത്താവിനെ അതിഥിയായി സ്വീകരിക്കുകയും ആതിഥേയനായി അംഗീകരിക്കുകയും ചെയ്തപ്പോൾ അവർ അത്താഴം തിരുവത്താഴമായി അനുഭവിച്ചു. നമ്മുടെ ഓരോ ഭക്ഷണമേശയും കർത്താവിനോട് ചേർന്നാണ് എന്ന് നാം സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് പുതിയ വെളിപ്പാടുകൾ തരും. തിരുവത്താഴം അൾത്താരയിൽ മാത്രമല്ല, അനുദിന ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം സ്വീകരിക്കുമ്പോൾ, നിർവഹിക്കുമ്പോൾ ആ ഓരോ നിമിഷവും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വെളിപ്പാടായി മാറാം. 3 കാര്യങ്ങളാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. വാടിപ്പോയവരെ കൈവിടാത്ത കർത്താവ്, വചനത്താൽ കനലൊരുക്കുന്ന കർത്താവ്, വിരുന്നിൽ വെളിപ്പാട് നൽകുന്ന കർത്താവ്. Divine presence in despairing situations. Divine word as emboldening presence and divine revelation through a dinner. ഇവർ മടുത്ത യാത്ര തുടങ്ങിയവരാണ്. എന്നാൽ നാം ഈ വേദഭാഗം അവസാനിക്കുമ്പോൾ കാണുന്നത് അവർ ആ നാഴികയിൽ തന്നെ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവരുടെ കാലുകൾക്ക് വേഗം കൂടി. മടുത്തുപോയവരെ മടക്കയാത്രയ്ക്ക് വിളിക്കുന്നവനാണ് കർത്താവ്. വാടിപ്പോയവർക്ക് വിരുന്നൊരുക്കുന്നവനാണ് ദൈവം. നമ്മുടെ നിരാശാകരമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, വിശ്വാസ പ്രതിസന്ധികളുടെ നടുവിൽ, ദൈവാലയങ്ങൾ പോലും വാടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ കൈവിടാത്ത കർത്താവിനെ നാം കാണണം. അവന്റെ വചനത്താൽ നാം ബലപ്പെടണം. നമ്മുടെ ഭവനങ്ങളിലേക്ക് നാം അവനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളുടെ ആതിഥേയനായി അവനെ അംഗീകരിക്കുമ്പോൾ ഓരോ ഭക്ഷണവും ഓരോ നിമിഷവും അവനെ കാണുന്ന സന്ദർഭങ്ങളായി മാറുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് മടുത്ത് യാത്ര ചെയ്യുന്നവരല്ല. നമ്മൾ
വിടർന്ന മുഖവുമായി മടക്ക യാത്ര ചെയ്യുന്നവരായി തീരും അവന്റെ സന്നിധിയിലേക്ക്. അങ്ങനെ മടുത്ത് യാത്ര ചെയ്യുന്നവരായിട്ടല്ല, വിടർന്ന് മടക്ക യാത്ര ചെയ്യുന്ന മക്കളായി നമ്മൾ മാറുന്ന സന്ദർഭമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം കാണുന്ന സന്ദർഭങ്ങൾ. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, നിന്റെ വചനത്തെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. നീ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ യാത്ര ചെയ്യുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ വാടിയ സന്ദർഭങ്ങൾ മാറും, അത് വിരുന്നിന്റെ സന്ദർഭങ്ങളായി മാറും. ആ വാടിയ കാലത്താണ്. എന്നാൽ ഈ വാടിയ മുഖവുമായി നിൽക്കുന്നവരുടെ മുഖത്ത് പ്രകാശം വിടർത്തുന്ന ദൈവം നമ്മോടൊപ്പം ഇപ്പോഴും ഈ യാത്രയിൽ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മെ എല്ലാവരെയും വഴി നടത്തുന്നത് ദൈവം തന്റെ കൃപയാൽ നമ്മെ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണ്.